തൊഴിലെടുക്കാൻ താല്പര്യമുള്ള സജീവമായി തൊഴിലന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവുകയും അവർക്ക് ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ് പലതരത്തിലുണ്ട്. സീസണൽ, ഫ്രിക്ഷണൽ, സ്ട്രക്ചറൽ, ഡിസ്ഗൈസ്ഡ്, സൈക്ലിക്കൽ, എഡ്യൂക്കേറ്റഡ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഒരു വർഷത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ജോലി അവൈലബിൾ ആകുന്ന അവസ്ഥയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഫാമിങ്ങും ടൂറിസവും ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെയുള്ളതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഒരു വ്യക്തി നിലവിലെ ജോലി രാജിവെച്ച് മറ്റൊരു ജോലി അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെന്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ആളുകളുടെ സ്കില്ലുകൾക്കനുസരിച്ച് ജോലികൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതിരിക്കുന്ന അവസ്ഥയാണിത്. പ്രിന്റിംഗ് മേഖലയിൽ ഹൈ എൻഡ് പ്രിന്റേഴ്സ് വരുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത ട്രഡീഷണൽ പ്രിന്റിംഗ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന് ഉദാഹരണമാണ്. സ്കിൽഡ് ആൻഡ് എഫിഷ്യന്റ് ആയ യൂത്താണ് ഏതോ രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സ്ട്രെങ്ത്. അവർക്ക് ജോലിയില്ലാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ആ രാജ്യത്തിൻ്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും ഗുരുതരമായി ബാധിക്കും.